السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അയ്യുഹൽ വലദിൻ്റെ 5-ാമത്തെ ദർസ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ് 102 പേർ ക്ലാസ് കേട്ടു, 20 പേർ ആവർത്തിച്ചു കേട്ടു, 4 പേർ നോട്ടെഴുതി. ഇൻഷാ അല്ലാഹ് ഇനിയും പുരോഗമിക്കണം. നോട്ടെഴുതുന്നവരുടെ എണ്ണം കൂടണം, ആവർത്തിച്ച് കേൾക്കുന്നവർ കൂടണം, ക്ലാസ് കേട്ട് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കണം. അള്ളാഹു അവർക്ക് പ്രത്യേകം ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആമീൻ. മരണപ്പെട്ടവരുണ്ട്. എൻ്റെ ചാലിയത്തെ ക്ലാസ്സിലുള്ള ഒരു പഠിതാവിൻ്റെ ഉപ്പ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം നാമുമായി ബന്ധപ്പെട്ട പഠിതാക്കളുമായി ബന്ധപ്പെട്ട ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ ഇൽമിൻ്റെ നൂറ് അള്ളാഹു ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇൽമിന് വല്ലാത്ത നൂറുണ്ട്, പ്രഭയുണ്ട്. അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുകയാണ്. വലൗ ഖീല അയ്ളൻ. നമ്മളെ അമലിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇമാം ഗസാലി തങ്ങൾക്ക് വ്യത്യസ്ത ശൈലിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ സമുദായത്തിന് ഒരുപാട് ഖിദ്മകൾ ചെയ്തിട്ടുണ്ട്. യബ്ലുഗു ബിമുജറദിൽ ഈമാൻ. ഈമാൻ കൊണ്ട് മാത്രം കഴിച്ചിലാവോ? കുൽന, ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രം അയാൾ രക്ഷപ്പെടുമോ? കുൽന, നമ്മൾ പറയും ഞാൻ രക്ഷപ്പെടും. വലാക്കിൻ മത്തായ യബ്ലുഗു, എപ്പോഴാ കഴിച്ചിലാകുക? എന്നെങ്കിലും കഴിച്ചിലായാൽ മതി നമുക്ക്. എപ്പോഴാ രക്ഷപ്പെടുക? വകം മിൻ അഖബത്തിൻ കഊദിൻ തസ്തഖ്ബിലുഹു ഇലാ അൻ യസിൽ. സ്വർഗത്തിലെത്തിച്ചേരാൻ എത്ര വലിയ ഭാരമുള്ള കടമ്പകളാണ് അവൻ കടക്കേണ്ടത്. ഈമാൻ മാത്രമായാൽ, അമലുകളില്ലാത്ത അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്. അത് തന്നെ ശരി തന്നെയാണത്, അത് തെറ്റല്ല. പക്ഷേ നരകത്തിൽ കടന്നതിന് ശേഷമേ അവനൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈമാൻ മാത്രം കൊണ്ട് രക്ഷപ്പെടുമോ? രക്ഷപ്പെടും. കാലകാലം നരകത്തിലാകൂല. പക്ഷെ നമ്മളെ ഈ തടിക്ക് എങ്ങനെ നരകം താങ്ങുക? ഒരു മൈക്രോ സെക്കൻഡ് താങ്ങാൻ പറ്റുന്ന തടിയാണോ നമുക്കുള്ളത്? അല്ലാഹ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അവ്വലു തിൽക്കൽ അഖബാത്തി അഖബത്തുൽ ഈമാൻ. ഒന്നാമത്തെ കടമ്പ ഈമാൻ ഉണ്ടാകാൻ തന്നെ. വഅന്നഹു ഹൽ യസ്ലമു മിനസ് സൽബി അം ലാ. ഈമാൻ അല്ലാഹു ഊരിക്കളയുമോ എന്ന് അവൻക്കറിയോ? ഈമാൻ രക്ഷപ്പെട്ട് കിട്ടുമോ എന്നറിയോ? ഇനി വൈദാ വസ്വല, അങ്ങനെ എത്തിച്ചേർന്നാൽ തന്നെ, സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ തന്നെ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നാൽ തന്നെ, യകൂനു ജനിയൻ മുഫ്ലിസ, അവൻ പാപ്പറായിട്ടാണോ എത്തിച്ചേരുന്നത്? അമലില്ലെങ്കിൽ പാപ്പറായി പോവില്ലേ? അതന്നെ അള്ളാഹു സ്വീകരിക്കുന്ന അമലുകളായി കിട്ടണം. അൽഹംദുലില്ലാഹ്, ഫാത്തിഹയുടെ ക്ലാസ് എടുത്തപ്പോൾ, നിസ്കാരത്തിൻ്റെ 4-ാമത്തെ ഫർള് നമ്മൾ പ്രതിപാദിച്ചപ്പോൾ പലരും ഇപ്പോൾ ഫാത്തിഹ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അത് കേട്ട് വെരിഫൈ ചെയ്യണം.
പഠിക്കണം, പഠിക്കന്നെ, മടി വേണ്ട. പഠനത്തിൽ ആർക്കും മടി വേണ്ട. അള്ളാഹു ഒരുപാട് പഠിക്കാനും ഉന്നതങ്ങളിലെത്താനും അമൽ ചെയ്യാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈമാൻ ഊരിപ്പോകുമെന്ന് പറയാൻ പറ്റുമോ? എത്തിച്ചേർന്നാൽ തന്നെ ആ എത്തൽ ഏത് രൂപത്തിലാണ്? മുഫ്ലിസായി പാപ്പറായിട്ടാണോ എത്തിച്ചേരുക? ആടി ഉലയുന്ന എത്തിച്ചേരലാണോ? സിറാത്തുമെന്ന് ഇങ്ങനെ ആടുന്ന രൂപമാണോ? അല്ലാഹ്, ഇതൊക്കെ വരാനുള്ളതാണ്. അപ്പൊ ഈമാൻ കൊണ്ട് മതിയാക്കിയാൽ മതിയോ? അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്ന് ഒഴിവാണെന്ന അത് പിടിച്ച് അമലിലേക്ക് വ്യാപൃതനാകാതെ മടിയനായി നിന്നാൽ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും അവസ്ഥ? എന്നാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. وقال الحسن البصري رحمه الله, ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യഖൂലുല്ലാഹു ലിഇബാദിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അടിമകളോട് അള്ളാഹു പറയും, ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ അടിമകളെ സ്വർഗത്തിലേക്ക് വരൂ, വെൽക്കം ടു സ്വർഗം. സ്വർഗത്തിലെത്തണമെങ്കിൽ അമലുകളെ കൊണ്ട് കഴിയൂല. അള്ളാഹുവിൻ്റെ നമ്മൾ അമൽ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുക. ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂ. എന്നിട്ട് വഖ്തസിമൂഹാ ബിഖദരി അഅമാലിക്കും, നിങ്ങൾ അമലിൻ്റെ കണക്കനുസരിച്ച് ആ ഗ്രേഡുകളൊക്കെ തിരിച്ചോളൂ. അപ്പോൾ അമല് നല്ലോണം ഉള്ളവർക്ക്, ഇൽമ് നല്ലോണം പഠിച്ച് നല്ലോണം അമൽ ചെയ്ത് ഓർക്ക് നല്ല ഗ്രേഡ് കിട്ടും. അല്ലോ, ഗ്രേഡ് വേണം, ദറജ വേണം, ഫസ്റ്റ് വേണം. ദുനിയാവിലെ ഫസ്റ്റ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദുനിയാവിലെ ഫസ്റ്റും ഗ്രേഡും A+ മാത്രമാണ് നമ്മളെ ശ്രദ്ധ. അത് വേണ്ടെന്നല്ല, അതും വേണം. അതിലേറെ വലിയ ഗ്രേഡ് ഖബറിൽ വേണം. മഹ്ശറിലും സിറാത്തിലും മീസാനിലൊക്കെ അങ്ങനെ തിളങ്ങി നിൽക്കണം നമ്മൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുന്നു, അയ്യുഹൽ വലദ്, മോനെ, അഞ്ചാമത്തെ അയ്യുഹൽ വലദ്, മാലം തഅമൽ, അമലില്ലേ, ലം യജിദിൽ അജ്റ, കൂലി കിട്ടൂല കേട്ടോ. കൂലി കിട്ടണമെങ്കിൽ അമൽ തന്നെ വേണം. കൂലി വേണോ? അമൽ വേണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഹുക്കിയ അന്ന റജുലൻ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിൽപ്പെട്ട ഒരു മനുഷ്യൻ അബദല്ലാഹ തആല 70 സന, 70 കൊല്ലം 70 കൊല്ലം ഇബാദത്തിൽ മുഴുകി ജീവിച്ചു. അങ്ങനെ 70 കൊല്ലം ഇബാദത്തിൽ മുഴുകി ജീവിച്ചു. ഫഅറാദല്ലാഹു തആല അൻ യജ്ലുവഹു അലൽ മലായിക, ഇയാളെ മലക്കുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. 70 കൊല്ലം ഇബാദത്തിൽ തന്നെയാണ്. നമുക്കൊരു ദിവസം പോലും അങ്ങനെ പറയാനില്ലല്ലോ. ഒരു ദിവസം പോലും അങ്ങനെ പറയാനില്ല നമുക്ക്. പോട്ടെ, ഒരു അർദ്ധ ദിവസം പോലും പറയാനില്ല എന്നതല്ലേ സത്യം. മലക്കുകൾക്ക് ഇയാളൊന്ന് പ്രദർശിപ്പിക്കണം. ഫഅർസലല്ലാഹു തആല ഇലൈഹി മലക്കൻ യുഖ്ബിറു, അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ ഒരു മലക്കിനെ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അന്നഹു മഅ തിൽക്കൽ ഇബാദ ലാ യലീഖു ബിഹിൽ ജന്ന, എന്നിട്ട് ആ മലക്ക് അദ്ദേഹത്തോട് പോയി പറയാണ്, പിന്നെ നിന്റെ ഈ 70 കൊല്ലത്തെ ഇബാദത്ത് കൊണ്ടൊന്നും സ്വർഗം കിട്ടൂല കേട്ടോ എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ, ഫലമ്മ ബല്ലഗഹു, ആ വാർത്ത അദ്ദേഹം ഇങ്ങനെ അറിഞ്ഞപ്പോൾ, ഖാലൽ ആബിദു, ആ ആരാധനയിൽ മുഴുകി ജീവിച്ച മനുഷ്യൻ പറയാണ്, നഹ്നു ഖുലിഖ്നാ ലിൽ ഇബാദ, സ്വർഗം കിട്ടോ കിട്ടൂല എന്നുള്ളതല്ല, ഞങ്ങളെ ഇബാദത്തിന് വേണ്ടി പഠിച്ചതാണ്. ഫയംബഗി ലനാ അൻ നഅ്ബുദ, അത് ഞങ്ങളെ കടമയാണ്. ഇബാദത്ത് ചെയ്യൽ നമ്മളെ കടമയാണ്. അള്ളാഹുവിന് നമ്മെ എന്തും ചെയ്യാം. അള്ളാഹുവിന് നമ്മെ എന്തും ചെയ്യാം. സ്വർഗത്തിലിടാം, നരകത്തിലിടാം.
നമ്മളോട് പറഞ്ഞത് നഹ്നു ഖുലിഖനാ ലിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടിയാണ് നമ്മെ പഠിച്ചത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം മാത്രമല്ല കേട്ടോ. ദിക്റ് മാലങ്ങനെ കയ്യിൽ പിടിച്ച് ദിക്റ് ചൊല്ലൽ മാത്രമല്ല, ഒരുപാട് ഇബാദത്ത് വ്യാപകമാണ്. തബസ്സുമു സദഖ, പുഞ്ചിരിക്കേണ്ടവരോട് പുഞ്ചിരിക്കൽ ഇബാദത്താണ്. ഹുസ്നുൽ ഖുലുഖി അഫ്ളലുൽ ഇബാദ, സൽ സ്വഭാവം ഏറ്റവും വലിയ ഡിഗ്രിയുള്ള ഇബാദത്താണ്. അങ്ങനെ വിചാരിച്ചു പോകണ്ടേ. ചിലപ്പോൾ ഉറക്ക് വരെ അതുക്കിയയിൽ നമ്മൾ പഠിച്ചവരാണ്. ഉറക്ക് വരെ ദീർഘനേരം 8 മണിക്കൂറൊക്കെ നമ്മൾ രാത്രി ഉറങ്ങാൻ ചെലവഴിക്കും. 7 മണിക്കൂർ എന്തായാലും. ആ അത്രയും സമയത്തെ ഉറക്ക് വരെ ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് വഴിയുണ്ടല്ലോ. പഠിച്ചതല്ലേ അതുക്കിയയിൽ. പകലുള്ള ഇബാദത്തുകൾക്ക് ആരോഗ്യം ലഭിക്കണമെങ്കിൽ ഉറങ്ങണം. അപ്പോൾ ആ ഉറക്ക്, ഈ ഉറക്ക് 7 മണിക്കൂറുള്ള ദീർഘനേരത്തെ ഉറക്ക് ഇബാദത്തിലേക്ക് എത്തുന്നു. വുളു എടുത്ത് ഉറങ്ങുന്നു, ഇബാദത്താകുന്നു. അങ്ങനെയൊക്കെ ഇബാദത്തിൻ്റെ വ്യാപകമായ ഇബാദത്തുകളാണ് അള്ളാഹു മനുഷ്യർക്ക് വെച്ചിട്ടുള്ളത്. ഫലമ്മാ റജഅൽ മലക്കു ഖാല അല്ലാഹു തആല, മലക്ക് അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, മാദാ ഖാല അബ്ദി, അല്ല മലക്കേ, എൻ്റെ അടിമ എന്ത് പറഞ്ഞു? എന്താ വർത്താനം എൻ്റെ? ഖാല ഇലാഹി അൻത അഅലമു ബിമാ ഖാല അൽ അബ്ദു, എനിക്കറിയല്ലോ. എന്തിനാ നമ്മളെ പൊട്ടീസാക്കണ്? നിനക്കറിയൂലേ നിൻ്റെ അടിമ എന്താ പറഞ്ഞതെന്ന്? നിനക്കറിയല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നത്? മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാഹു തആല. ഈ വിഷയം മലക്കുകൾക്ക് നന്നായി പട്ടാങ്ങാക്കി കൊടുക്കുകയാണ്. ഫഖാല അല്ലാഹു തആല ഇദൻ ഹുവ ലം യുഅരിദ് അൻ ഇബാദത്തിന, നിങ്ങളത് പോയി പറഞ്ഞിട്ട് എൻ്റെ ഇബാദത്ത് കൊണ്ട് 70 വർഷത്തെ നീണ്ട ഇബാദത്ത് കൊണ്ടൊന്നും സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇബാദത്ത് അതോടുകൂടെ നിർത്തലാക്കിയില്ല. നമ്മളൊക്കെ ആണെങ്കിലോ, ഞാവൂല, അത്രയും കാലം ഞാൻ ചെയ്തിട്ട് ഒരു നന്ദിയുള്ള വാക്കല്ലല്ലോ അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. ഒരു മലക്കിനെ വിട്ടിട്ട് പറഞ്ഞത് 70 വേണ്ട, അതൊന്നും കാര്യമില്ല, ഞാൻ നിർത്തുകയാണെങ്കിൽ. നമ്മളങ്ങനെയല്ല പല വിഷയങ്ങളിലും. 10ഉം 20ഉം കൊല്ലമൊക്കെ ഭർത്താവ് നന്നായി നോക്കിയിട്ട് പിന്നൊരു പ്രയാസം വരുമ്പോൾ കുറച്ച് നോക്കാതാവുമ്പോൾ ഇട്ടെറിഞ്ഞു പോകലാണോ നമ്മൾ ചെയ്യേണ്ടത്? പോട്ടെ, ഒരു ദിവസം നോക്കി അതിന് നന്ദി കാണിക്കണ്ടേ? ഇട്ടെറിഞ്ഞു പോകേണ്ടവരാണോ നമ്മൾ? ആകൂല, അയാളൊപ്പൊന്നും കഴിയൂല. ഇങ്ങനല്ലല്ലോ വേണ്ടത്. തിരിച്ചും ഒരു സൈഡ് മാത്രമല്ല, തിരിച്ചും 5ഉം 6ഉം കൊല്ലമൊക്കെ ഭാര്യ നന്നായി ഹെൽപ്പ് ചെയ്തിട്ട് സഹകരിച്ചിട്ട് എന്തോ ഒരു സൂഉൽ ഖുലുഖ്, ദുസ്വഭാവം വന്നതിൻ്റെ പേരിൽ അവളെ ഇറക്കി വിടലാണോ? രണ്ടും ശരിയല്ല. ഇതൊക്കെ തന്നെയാണ് അയ്യുഹൽ വലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഗസാലി ഇമാം ഈ കഥകളൊക്കെ കൊടുക്കുന്നത്. അതാണ് ഉസ്താദുമാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അയാൾ തിരിഞ്ഞു കളഞ്ഞില്ലല്ലോ മലക്കെ. 70 കൊല്ലത്തെ ഇബാദത്ത് കൊണ്ട് സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ നിർത്തിയില്ലല്ലോ. ഫനഹ്നു മഹൽ കറം ലാ നുഅരിദു അൻഹു, നിനക്ക് കേൾക്കണോ മലക്കെ, നമ്മൾ ആ മനുഷ്യനെ കൈവിടൂലട്ടോ. നമ്മൾ ഔദാര്യവാനാണ്. ഇങ്ങോട്ടെങ്ങനെ തിരിച്ചങ്ങോട്ടും അതിലേറെ തരും റബ്ബ്. ഇഷ്ഹദു യാ മലായികത്തി, ഓ മലക്കുകളെ നിങ്ങൾ സാക്ഷി, അന്നീ ഖദ് ഗഫർതു ലഹ്, അയാൾക്കെല്ലാം പുറത്തു കൊടുത്തു. നേരെ ഡയറക്റ്റ് സ്വർഗം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലിപ്പത്രയാണ്. അള്ളാഹു യാ റബ്ബ്, അവനല്ലേ നമ്മുടെ പ്രതീക്ഷ. അവനെ മറന്ന് സമ്പത്തുണ്ടാകുമ്പോഴത്തേന് തുള്ളരുത് കേട്ടോ. അള്ളാഹുവിനെ മറന്നിട്ട് നമുക്ക് കുറച്ച് സമ്പത്തുണ്ടാകുമ്പോഴേക്ക് തുള്ളിക്കളിക്കരുത്, തുള്ളരുത് നമ്മൾ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ മറക്കരുത്. ഏത് പൊസിഷനിലെത്തിയാലും അവനാണ് എല്ലാം തരുന്നവൻ എന്ന ബോധത്തോടെ നിൽക്കണം. സമ്പത്ത് കൂടുമ്പോൾ, അധികാരം കിട്ടുമ്പോൾ തുള്ളാൻ പാടില്ല. അള്ളാഹു നമുക്ക് ആ ഒരു ബോധവും തഖ്വയും ഇഖ്ലാസും നാൾക്കുനാൾ അള്ളാഹു ഏറ്റിത്തരട്ടെ.
നമ്മുടെ പഠിതാക്കളിൽ പലരും ഉംറക്ക് പോകുന്ന അടുത്ത ദിവസങ്ങൾ. അല്ലാഹു അവർക്കൊക്കെ റബ്ബേ നല്ല റാഹത്തുള്ള ഉംറ നൽകണം അല്ലാഹ്. നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അവരുടെ ഉംറകളും സഅയ്കളും സിയാറാത്തുകളും ഏറ്റവും പ്രധാനമായി സയ്യിദുൽ വജൂദ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറ, അതെല്ലാം നീ സമ്പൂർണ്ണമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാത്രി വിനീതനായ ഞാനും എൻ്റെ ടീമും കൂടെ അജ്മീറിലേക്ക് സയ്യിദി ഗരീബ് നവാസ് അതാഇർ റസൂൽ മുഅ്തിസൂൽ ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു അവരെ ചാരത്തേക്ക് പുറപ്പെടുകയാണ്. എല്ലാവർക്കും ദുആ ചെയ്യും. നിങ്ങളെല്ലാവരും യാത്ര സന്തോഷകരമാകാൻ, ക്ലേശമുക്തമാകാൻ, റാഹത്താകാൻ, ഇജാബത്ത് കിട്ടാൻ നിങ്ങളുടെ ദുആകളിലൊക്കെ ഈ വോയിസ് കേൾക്കലോടുകൂടെ ഒരു ദുആ വരണം. അതിനാണ് പറയുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.